പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വ്യാഴാഴ്ച പകലിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷം ചിന്തയ്ക്കായി എഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവൻ എന്നോട്, മനുഷ്യ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചത്. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ്. ഈ പകലിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂതായി തന്നെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. സ്തോത്രം. ആമേൻ. നോയികേ, 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ആമേൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില ദൂതുകളാണ് അടങ്ങിയിരിക്കുന്നത്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. സ്തോത്രം. നമുക്കറിയാം, ഈ അധ്യായം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ മരിച്ച ഒരവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇസ്രായേൽ മരിച്ച് ആ ഒരു നിലയിൽ മുൻപിലോട്ട് കാൽച്ചുവടൊന്നും വയ്ക്കാൻ കഴിയാത്ത തലത്തിൽ ആ തലത്തിലേക്ക് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 1-ാമത്തെ വാക്യത്തുള്ള ബന്ധത്തിൽ 11-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികളുടെ ഉയർത്തെഴുന്നേൽപ്പിൽ എന്നുള്ള ഒരു ദൂതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. എന്നാൽ ക്രിസ്തുവിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള വാഴ്ത്തത്വങ്ങൾ കുറിച്ചും ഇവിടെ കാണുന്നു. അപ്പോൾ ഓരോ വാക്യത്തിനകത്തും 1000 ദൂതുകൾ അടങ്ങപ്പെട്ടിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, അഭിഷക്തമാരെ, പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആമേൻ. എഗസ്കേലിന് വേണമെങ്കിൽ പറയാമായിരുന്നു ഇത് ജീവിക്കും എന്ന് പറയാമായിരുന്നു. കാരണം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്, വളരെ ദൂതുകൾ പ്രസ്താവിച്ചിട്ടുള്ള ഒരു പ്രവാചകൻ. എഗസ്കേലിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ആമേൻ നമുക്ക് ചിന്തിപ്പാനും ഉണ്ട്. എഗസ്കേൽ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്തോത്രം. എന്നാൽ എഗസ്കേലിൻ്റെ പുസ്തകം 37-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ അധ്യായം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ 37-ാമത്തെ അധ്യായത്തിൽ വന്ന് നിൽക്കുക. എന്നാൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തിയും ദൈവത്തിൻ്റെ നിയോഗവും അവിടെ വെളിപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. എഗസ്കേലിനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളും വലിയ ദൈവിക കരുതലും ഉണ്ടായിരുന്നു. എന്നാൽ കേബാർ നദീതീരത്ത് വച്ച് എഗസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്, അവിടെ യഹോവയുടെ കൈയും അവൻ്റെ മേൽ വന്നു. നോക്കിക്കേ, കേബാർ നദീതീരത്ത് വച്ച് ദൈവം അവരോട് സംസാരിക്കുകയാണ്.
അപ്പോൾ ഈ നദിയുടെ തീരം ഒരിക്കലും മറക്കാൻ കഴിയാത്ത തലത്തിൽ യെഹെസ്കേൽ പ്രവാചകനെ ഒന്നുകൂടെ ഉണർത്തുവാൻ, ഒന്നുകൂടെ മുൻപിലോട്ട് കൊണ്ടുവരുവാൻ സർവകൃപാലുവായ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ, ഇന്ന് പകലില് എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, അഭിഷക്തമാരെ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ഇന്ന് പകലിൽ അതേപോലെ സംഭവിക്കും. സ്തോത്രം. വലിയ വലിയ പദ്ധതികൾ നമ്മെക്കുറിച്ച് ദൈവത്തിനുണ്ട്. എന്നാൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 3-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെയും ആമേ തന്നെക്കുറിച്ച് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആത്മാവ് എന്നെ യഹോവയുടെ മഹത്വം സ്ഥലത്തു നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. നോക്കിക്കേ. അപ്പോൾ ദൈവം യെഹെസ്കേലിനോട് അനുനിമിഷം സംസാരിക്കുകയാണ്. ദൈവം സംസാരിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണോ ഈ ദൂത്? ദൈവം എന്നോട് ഇന്ന് പകൽക്കാലം സംസാരിച്ചു. ദൈവം എന്നോട് ആമേൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ 3-ാമത്തെ അധ്യായത്തിന് 22-ഉം 23-ഉം പറയുന്നത്, യഹോവയുടെ കൈ അവിടെ പിന്നെയും എൻ്റെ മേൽ വന്നു. അവൻ എന്നോട്, നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോക, അവിടെ വച്ച് ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. നോക്കിക്കേ. അപ്പോൾ ദൈവത്തിന് സംസാരിക്കാൻ ചില ഇടങ്ങളുണ്ട്. പഴയ നിയമത്തിൽ ദൈവം എല്ലായിടത്തും നിന്ന് സംസാരിക്കത്തില്ല. ആമേൻ. ദൈവം പറയും ഇന്നടുത്ത് ചെല്ലാൻ. അതല്ലേ അബ്രഹാമിനെ വിളിച്ചിറക്കിയത്? ആമേൻ. അതല്ലേ യോസേപ്പിന് ദൈവം പലയിടത്തു വച്ചും ദൈവം സംസാരിച്ചത്? ഇരുമ്പടിക്കകത്തും പൊട്ടക്കുഴിയിലും ആമേൻ പലയിടത്തും വച്ചും യോസേപ്പിനോട് സംസാരിച്ചില്ലേ? ദാവീദിനോട് കാട്ടിൽ വച്ച്, അവൻ്റെ യാത്രയിൽ ശമൂവേലിനോട്, പോകുന്ന വഴിയിൽ, അവൻ്റെ ജനന സമയം, ആമേൻ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഓരോ നിമിഷവും നമ്മോട് സംസാരിപ്പാനുണ്ട്. അനുനിമിഷം പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഇന്ന് പകലിൽ ആമേൻ ഈ 22-ാമത്തെ വാക്യത്തിലേക്കും 23-ാമത്തെ വാക്യത്തിലേക്കും വരുമ്പോൾ, അങ്ങനെ ഞാൻ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോയി. ഞാൻ കേബാർ നദീതീരത്ത് കണ്ട മഹാശബ്ദം പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ടു. ഞാൻ കമണു വീണു. സ്തോത്രം. അപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി, എന്നോട് സംസാരിച്ചു. നീ ചെന്ന് നിന്റെ വീട്ടിനകത്ത് കതകടച്ച് പാർക്ക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ ദൈവം സംസാരിക്കുന്നത്? യെഹെസ്കേലിനോട് സംസാരിക്കുന്ന കണ്ടോ? ഇന്ന് പകൽ ആമേൻ അസ്ഥികൾ നിറയെ കിടക്കുക താഴ്വരയിൽ. അതിനകത്ത് നിന്ന് ആമേൻ പറയുകയാണ്, കർത്താവേ, നീ എല്ലാം അറിയുന്നു. സ്തോത്രം. നീ എല്ലാം അറിയുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, ദൈവമേ, നീ സർവത്തെയും അറിയുന്ന ദൈവം. ആമേൻ. ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് നിനക്കറിയാം. ആമേൻ. ഇതൊരു വലിയ ജനതയായി നിൽക്കുമെന്ന് നിനക്കറിയാം. തകർച്ച മാത്രം കാണുന്ന ദൈവമല്ല, തകർച്ച മാത്രം അയക്കുന്ന ദൈവമല്ല, താഴ്ച മാത്രം ആമേൻ അനുഭവിപ്പാൻ വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. ചില നന്മകളും അനുഗ്രഹങ്ങളും ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടാരങ്ങളിൽ അയപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് അതേപോലെ തന്നെ സംഭവിക്കും. സ്തോത്രം. ഇന്ന് പകലിൽ ഈ പ്രഭാതവേളയിൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ?
എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിക്ക. അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പി. കണ്ടോ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നീ അവരോട് പറയണം. പരിശുദ്ധാത്മാവിന്ന് പകലിൽ ആരോടൊക്കെ വിളിച്ചു പറയുന്നു, ദൈവകുഞ്ഞെ, നീ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ കാതുകൾ തുറക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവസന്നിധിയിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നന്മകൾ പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ, വചനത്തിന് മുമ്പിൽ സറണ്ടർ ആകണം. പരിശുദ്ധാത്മാവ് അങ്ങനെ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഇന്ന് പകൽക്കാലം അസാധ്യമായതൊന്നുമില്ല. ദൈവ പൈതലേ, നിന്നോട് ഇടപെടുന്ന ദൈവം, നിന്നോട് സംസാരിക്കുന്ന ദൈവം, ആമേൻ, ഇന്ന് പകലിൽ ശക്തമായി വിളിച്ചു പറയുക. ആമേൻ, സ്തോത്രം. നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരാൻ പോകുക. ചില അസ്ഥിക്കൂമ്പാരങ്ങൾ ജീവനോട് എണീക്കാൻ പോകുക. ചില ചലനമില്ലാതിരിക്കുന്ന അസ്ഥികൾ ഇന്ന് പകൽക്കാലം ചലിക്കാൻ പോകുക. ചില ജീവനില്ലാതിരിക്കുന്ന അസ്ഥികൾ ഇന്ന് പ്രഭാതത്തിൽ ജീവൻ വയ്ക്കാൻ പോകുക. ആമേൻ, സ്തോത്രം. ചില ഓർത്തോ സെക്ഷനുകളെ പരാജയപ്പെടുത്തുന്ന ചില ചലനങ്ങൾ ഈ മീറ്റിങ്ങിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ തന്നെ ചില അസ്ഥികളുടെ മേൽ, ആമേൻ, ശത്രു വച്ചിരിക്കുന്ന കെണികളെയും നുഖങ്ങളെയും പൊളിച്ചു മാറ്റുന്ന പകലെന്ന് പറഞ്ഞാൽ എത്ര വിശ്വസിക്കാൻ പറ്റും? കർത്താവിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യണം. ആമേൻ. ഓരോ കുടുംബത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് പൊതിയണമേ. അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.